ടൈപ്പ് ഫിഷ് കറി ഉണ്ടാക്കാം. എൻ്റെ 2-3 വ്യൂവേഴ്സ് ചോദിച്ചായിരുന്നു ഒരു ഗോവൻ ടൈപ്പ് ഫിഷ് കറി ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് നമുക്കിന്ന് അത് ഉണ്ടാക്കാം. ഞാൻ അതിന് നല്ല നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവോലി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, പൊടിഞ്ഞു പോകാത്ത മീൻ എടുക്കണം. നമ്മൾ തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് അരച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് പൊടിഞ്ഞു പോകാതെ. നമുക്ക് നല്ലപോലെ 1 കപ്പ് തേങ്ങ ഞാൻ ഫ്രഷായിട്ട് പൊട്ടിച്ച് നമ്മൾ ചിരണ്ടി എടുത്തതാണ്. ഈ തേങ്ങ വേണം. ഒരു 8-10 പച്ചമുളകുണ്ട്, 8-10 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ആവശ്യത്തിന് മഞ്ഞളും ചേർത്ത് ചെറിയ സ്പൂൺ മഞ്ഞൾ ഇട്ടാൽ മതി. തേങ്ങ അരയ്ക്കുന്ന കൂടെ അരയ്ക്കാം. 2 കപ്പ് 2 തണ്ട് കരിയാപ്പില. പിന്നെ നമ്മൾ ഈ കുടംപുളിയാണ് ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. 2 വലിയ കുടംപുളി ഞാൻ ചെറിയതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എണ്ണയൊന്ന് മേളിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഇതെല്ലാം ഒന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ മിക്സിക്കകത്തോട്ട് തേങ്ങ ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർക്കുകയാണ്. ചെറിയ സ്പൂണ് മഞ്ഞളിടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കരിയാപ്പില ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരയ്ക്കുവാണ്. പിന്നെ നമുക്ക് മുകളിൽ വേണമെങ്കിൽ പിന്നെ ഇടാം. 2 തണ്ട് കരിയാപ്പില ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഇതുകൊണ്ട് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്ത് ചേർക്കുക. നമുക്ക് ഗ്യാസിൽ വെച്ച് ഇതിനകത്ത് നമുക്ക് ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യം ഈ കുടംപുളിയുടെ വെള്ളം ഇതും കൂടി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ബാക്കി ചേർത്താൽ മതി. ഇതൊന്ന് മീൻ വേകേണ്ടത് കൊണ്ട് ഞാൻ ഒരു മീൻ മിക്സിക്കകത്ത് അരപ്പൂടെ കഴുകി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ മീനൊന്ന് മുങ്ങി നിൽക്കും. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലയൊന്നും മൂപ്പിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ എണ്ണയൊന്ന് ഒരു സ്പൂൺ എണ്ണ ഇതിൻ്റെ മേളിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയതായിട്ട് നമുക്കൊന്നൊന്ന് ഇണക്കി കൊടുക്കാം, അത് താഴെ ഒന്നും ഒട്ടിപ്പോവാതെ. ഇത് നമുക്കൊരു ലിഡ് വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിക്കാം. നമ്മൾ നെയ്മീൻ ആയതുകൊണ്ട് ഒരുപാട് വേവ് കാണുകയില്ല. നമുക്കൊരു 5-6 മിനിറ്റ് ഇതൊന്ന് ഒരു ലിഡ് വെച്ച് മൂടി വേവിക്കാം. നമ്മുടെ മീനൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ തവിയിട്ടൊന്നും ഇളക്കണ്ട, നമ്മൾ ഈ ചെറുതായിട്ട് ഈ പാനൊന്ന് കുലുക്കി കൊടുക്കാം. ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വേവിക്കാം. നമ്മുടെ മീൻകറി റെഡിയായെന്നൊന്ന് നോക്കാം. നമ്മുടെ മീൻകറി നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറിനൊക്കെ ഒഴിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ചാറ് വെച്ചെടുക്കാം, ഒത്തിരി പറ്റിച്ച് കളയണ്ട. ഇനി ഞാൻ ഇത് നല്ല ഗ്യാസ് ഓഫ് ആക്കുകയാണ്. നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഗോവൻ ടൈപ്പ് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നത് തേങ്ങയും മസാല എല്ലാം കൂടെ ഒന്ന് ചരച്ച് ചേർത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. എൻ്റെ ഒരു വ്യൂവേഴ്സ് ചോദിച്ച അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ കറി ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.